നിന്റെ വീടിനകത്ത് വാടക തരാതെ താമസിക്കണ ഇബിലീസ് തൻ്റെ മക്കളോട് പറയും, ഇന്ന് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റൂല, വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് പോകാമെന്ന് പറയും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പോനെ ഇറക്കി വിടണോ? ഇറക്കി വിടണോ? ഉറക്കപ്പറ വേണോ? ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? വീട്ടിൽ കയറിയിരിക്കണ ശൈത്താനെ പിന്നെ ഇറക്കാം. നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കണ ശൈത്താനെ ആദ്യം ഇറക്കണ്ടേ? വീട്ടിലൊക്കെ പിന്നെ നമ്മുടെ ശരീരത്ത് ഓൻ കൂടിയിരിക്കല്ലേ. റമളാൻ മാസം വരുമ്പോൾ എല്ലാ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ചു കെട്ടൂലേ? കെട്ടുവോ? സർവ്വ ശൈത്താന്മാരെയും ചങ്ങലയിലിടൂന്ന ഹദീസ്. എന്നാൽ റമളാൻ മാസത്തിൽ നോമ്പും പിടിക്കാതെ വീടി വലിച്ച് കിടക്കണ അബൂബക്കറിനെ നമുക്ക് കാണാം അല്ലേ? അപ്പോൾ ഓൻ്റെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ ഏതാ? പറയടോ. എല്ലാ ശൈത്താനെയും അള്ളാൻ്റെ മലക്കുകൾ പിടിച്ച് കെട്ടൂന്ന. റമളാൻ മാസത്തിൽ നോമ്പും പിടിക്കാതെ കിടക്കണ മുസ്ലിമീങ്ങളെ കണ്ടിട്ടില്ലേ? അപ്പോൾ ഓൻ്റെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ ഏതാ? അള്ളാഹു ആയാലും. അതാ ഞാൻ പറഞ്ഞേ, ശൈത്താൻ കൂടിയിട്ടുണ്ടെന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പോൾ ശൈത്താനെ ഇറക്കാനുള്ളൊരു വഴി പറഞ്ഞു തരട്ടെ? വേണോ? വേണം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ വേണോ അവസാനം വേണോ? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതിയാൽ മതി. പൈസ ചെലവില്ലാത്ത പണിയാ. ഒറ്റ ആയത്ത് ഓതിയാൽ മതി മനുഷ്യ. ഖുർആൻ പറഞ്ഞല്ലേ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ തങ്ങൾക്ക് നബി ഒരു ജോലി കൊടുത്തു. കുറച്ച് സമ്പത്ത് സൂക്ഷിക്കാനുള്ള, ധാന്യങ്ങൾ സൂക്ഷിക്കുവാനുള്ള ജോലി കൊടുത്തു. കാവൽക്കാരൻ അബൂ ഹുറൈറ തങ്ങൾ. രാത്രി ഇങ്ങനെ നോക്കുമ്പോൾ ഒരാളിങ്ങനെ തലയിൽ കൂടെ തുണിയിട്ടിട്ട് ചാക്കിനകത്ത് വാരി നിറയ്ക്കുന്നു, മോഷണം നടത്തുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. പറ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അബൂ ഹുറൈറ തങ്ങൾ പോയി പിടിച്ചു. ചങ്ങായി വടാ, കള്ളൻ വടാ, എന്നെ കൊണ്ടുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോകും, മോഷണം നടത്തുന്നില്ലേ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അബൂ ഹുറൈറ, ഞാനൊരു പാവപ്പെട്ടവനാ, ഭാര്യയും മക്കളും പട്ടിണിയാ, ഒരു ഗതിയില്ലാത്തത് കൊണ്ട് വന്നതാ, എന്നെ പിടിച്ചുകൊണ്ട് പോകരുത്, എന്നെ വെറുതെ വിടണം. അബൂ ഹുറൈറ തങ്ങൾ സങ്കടം കേട്ടപ്പോൾ, പോ ഇനി ചെയ്യരുത് കേട്ടോ, പോ പറഞ്ഞു വിട്ടു. രണ്ടാമത്തെ ദിവസവും വന്നു. രണ്ടാമത്തെ ദിവസവും വന്നിട്ട് വാരി അന്നും പിടിച്ചു. അപ്പോൾ പറഞ്ഞാൽ ഇന്നലെ നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ ചെയ്യരുതെന്ന്. അബൂ ഹുറൈറ, എൻ്റെ ഭാര്യയും മക്കളും കിടന്ന് വിശന്ന് കരയുന്നു, ആ കരച്ചിൽ കണ്ടിട്ട് ഞാൻ വന്നതാ. നീയും പട്ടിണി കിടന്നിട്ടില്ലേ, നിനക്കറിയാമല്ലോ. ഈ കഥയൊക്കെ കേട്ടപ്പോൾ അബൂ ഹുറൈറയ്ക്ക് നിന്നെയും സങ്കടം വന്നു. അപ്പോൾ അതിനെയും മൂട്ടിക്കില്ല കേട്ടോ, പറഞ്ഞു വിട്ടു. പക്ഷേ മൂന്നാമത്തെ ദിവസവും വന്നു, അന്ന് പിടിച്ചു. ഇനി നീ എന്തു പറഞ്ഞാലും നിന്നെ ഞാൻ വിടൂല, നിനക്ക് ഞാൻ 2 വട്ടം അവസരം തന്നു, ഇനി നീ എന്തു പറഞ്ഞാലും വിടൂല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വാ മുത്തുനബിയുടെ മുന്നിൽ പോകാം, വാ, എന്നെ കൊണ്ടുപോകരുത്, ഞാൻ നിനക്കൊരു ഇൽമു പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് പാരായണം ചെയ്താൽ ഇബിലീസിൻ്റെ ശല്യം മാറും, ഇബിലീസിൻ്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാം. ഞാനൊരു ആയത്ത് പറഞ്ഞു തരാം, വെറുതെ വിടുവോ? ഇൽമെന്ന് പറഞ്ഞ അബൂ ഹുറൈറ തങ്ങൾക്ക് വല്ലാത്തൊരു ആർത്തിയാണ്. അതുകൊണ്ട് പറഞ്ഞു, നിന്നെ വെറുതെ വിടാം. ഒരു ഇൽമു പറഞ്ഞു കൊടുത്തു, വെറുതെ വിട്ടു. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അബൂ ഹുറൈറ, കള്ളനെ വെറുതെ വിട്ടില്ലേ? നബിയെ, ആദ്യത്തെ 2 ദിവസം ഓൻ കരഞ്ഞു, മൂന്നാമത്തെ ദിവസം കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചപ്പോൾ എനിക്കൊരു ഇൽമു പഠിപ്പിച്ചു തന്നു. ഇബ്ലീസിൻ്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി എനിക്ക് പറഞ്ഞു തന്നു. ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അതാരാന്ന് മനസ്സിലായോ? എന്താ പറഞ്ഞു തന്നെ? ആ സമയത്ത് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, ഓൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണെന്നാ പറഞ്ഞേ. ഓൻ കള്ളനാണെങ്കിലും അവൻ പറഞ്ഞത് സത്യമാ. ശൈത്താന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആയത്തിൽ കുർസി പാരായണം ചെയ്താൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആനിലെ ആയത്തിൽ കുർസി പാരായണം ചെയ്താൽ, നിങ്ങൾ ആരെങ്കിലും ഇന്ന് വീടിൻ്റെ അകത്ത് കയറി നിന്നിട്ട് ആയത്തിൽ കുർസി പാരായണം ചെയ്ത ശൈത്താൻ തൻ്റെ മക്കളോട് പറയും, ജാവോ, ഇന്ന് പറ്റത്തില്ല, അടുത്ത വീട് നോക്കിക്കോ, ഇറങ്ങി ഓടും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാരാ പറഞ്ഞേ? അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, ഓൻ ആരാന്നറിയാവോ? അറിയില്ല നബിയെ, അത് സാക്ഷാൽ ഇബ്ലീസ് ആയിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതാരാ പറഞ്ഞു കൊടുത്തേ? പറയടോ. ഓനെ പൂട്ടാനുള്ള പൂട്ട് ആര് പറഞ്ഞു കൊടുത്തു? ഇബ്ലീസ് തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇന്ന് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം?
എന്ത് ചെയ്യണം? ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. ചെയ്താൽ ആര് പുറത്തു പോകും? ഇബ്ലീസ് പുറത്തു പോകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന വിഭാഗമാരാ. അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് പരിചയമുള്ള, അള്ളാഹുവിൻ്റെ മലക്കുകൾ പടച്ചവനെ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുതൽ പടച്ചവനെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ എണ്ണം നമുക്കറിയില്ലല്ലോ. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ പ്രപഞ്ചത്തിൽ ഒരാൾക്കും അറിയില്ലല്ലോ. ആ മലക്കുകളുടെ ദുആ കിട്ടുന്ന മഹത്തുക്കളാരാ, ആ ഭാഗ്യവാന്മാരാരെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന ആ മലക്കുകളെ പടച്ചവനോട് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന ആ ഭാഗ്യവാന്മാരാരെന്നറിയുമോ? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. അവരാരെന്നറിയുമോ? അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന ഒന്നാമത്തെ വിഭാഗമാരാ. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുമിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മാ വഇൽമൻ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം റബ്ബനാ وأدخلهم الجنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിൻ്റെ കോടാരി കൂടി മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകളിൽ അള്ളാഹുവിൻ്റെ അർശിന്റെ താഴ്ഭാഗത്ത് നിൽക്കുന്ന മലക്കുകളിൽ ഏറ്റവും കൂടുതൽ പദവിയുള്ളവരാണ് അള്ളാഹുവിൻ്റെ അർശിന്റെ ചുറ്റുഭാഗത്തുള്ള മലക്കുകള്. ആ മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാ, ആ മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാ. ആർക്ക് വേണ്ടിയാണ് ആ മലക്കുകൾ ദുആ ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ് ആ മലക്ക് ദുആ ചെയ്യുന്നതെന്നറിയുമോ? പടച്ചവനെ ഖുർആൻ ഓതിയവനല്ല, നിസ്കരിച്ചവന് വേണ്ടി മാത്രമല്ല, സദഖ കൊടുത്തവന് വേണ്ടി മാത്രമല്ല, നന്മകൾ ചെയ്യുന്നവന് വേണ്ടി മാത്രമല്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അള്ളാഹുവിൻ്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന വിവിഐപികളായ മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ആർക്ക് വേണ്ടിയാണ് ദുആ ചെയ്യതെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്നവരെ, ഞാനും നിങ്ങളും ജീവിതത്തിൽ തെറ്റ് ചെയ്തവരാ, ഞാനും നിങ്ങളും ജീവിതത്തിൽ പാപം ചെയ്തവരാണ്. പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ, എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവാബൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആദമിന്റെ സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ, ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യാത്ത മഅസൂമീങ്ങളായവരാരും ഇവിടെ ഇരിപ്പില്ലല്ലോ, എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. എങ്കിലും തെറ്റു ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരെന്നറിയുമോ? ആ ചെയ്തു പോയ തെറ്റ് അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയുന്നവനാ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ശഅബാനിന്റെ രാത്രിയിലാണല്ലോ അള്ളാഹുവേ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞാൽ, പടച്ച റബ്ബേ ഞാൻ എന്റെ ജീവിതത്തിൽ തെറ്റുവന്നു പോയി തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു പാപം നീ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞാൽ, അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ പറയുകയാ, അള്ളാഹുവേ ഈ മനുഷ്യനെ നീ പുറത്തെടുക്കണേ അല്ലാ. അള്ളാഹുവിനോട് പറയുകയാണ്, ഫഗ്ഫിർ ലില്ലദീന താബൂ
വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. ഈ ദുആ ചെയ്യുകയാണ്. ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു തെറ്റ് പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് നീ തൗബ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാ, പുറത്തു കൊടുക്കണേ തമ്പുരാനെ, പുറത്തു കൊടുക്കണേ തമ്പുരാന്, ഈ പെണ്ണിന്റെ പാപം പൊറുക്കണേ തമ്പുരാന്, ഇവളോട് കരുണ കാണിക്കണേ തമ്പുരാന്, ഇവളെ നീ പരിഗണിക്കണേ തമ്പുരാന്, കണ്ടില്ലെന്ന് നടിക്കല്ലേ തമ്പുരാന്. അല്ലാഹുവേ, നിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് ഇവനെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, ഇവന്റെ പാപം പൊറുക്കണം തമ്പുരാന്, ഇവനോട് കരുണ കാണിക്കണം തമ്പുരാന്, അവന് തെറ്റ് പറ്റിപ്പോയി റബ്ബ്, അറിയാതെ ചെയ്തു പോയതാണ് റബ്ബ്, നീ പുറത്തു കൊടുക്കണമല്ലോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലോ, നിന്റെ നരകം ഇവനെ കൊണ്ട് താങ്ങാൻ പറ്റില്ല അല്ലോ, ആ ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ. എന്നിട്ട് മലക്കുകൾ പറയുകയാ, റബ്ബനാ വഅദ്ഖിൽഹുമുൽ ജന്നതി അദിനല്ലതി. അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ, നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം ഈ പെണ്ണിന് കൊടുക്കണേ അല്ലോ. ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു തെറ്റ് പടച്ച റബ്ബിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി തൗബ ചെയ്യുന്ന പെങ്ങള്, നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാണ്. നിന്റെ പാപം പൊറുക്കാൻ, നിന്നോട് കരുണ കാണിക്കാൻ, നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ ദുആ ചെയ്യുകയാ. എന്നിട്ടവർ അല്ലാഹുവിനോട് പറയുകയാ, എന്നിട്ടവർ അല്ലാഹുവിനോട് പറയുകയാ, വമന സ്വലഹ മിൻ ആബാഇഹിം. അല്ലാഹുവേ, ഈ പെണ്ണിനു മാത്രം സ്വർഗം കൊടുത്താ പോരാ അല്ലാ, ഈ തൗബ ചെയ്യുന്ന പെണ്ണിന് മാത്രം സ്വർഗം കൊടുത്താ പോരാ, ഇവൾക്ക് ജന്മം കൊടുത്ത ഒരു പിതാവുണ്ടല്ലോ, ഇവൾക്ക് വേണ്ടി ജീവിച്ച ഒരു വാപ്പയുണ്ട് റബ്ബേ. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച, അതാ ഇവൾക്ക് പാല് കൊടുത്ത് ഇവളെ പൊന്നുപോലെ വളർത്തിയ ഒരു ഉമ്മയുണ്ടല്ലോ. അല്ലാഹുവേ, പടച്ചവനെ, പള്ളി കെട്ടി കൊടുക്കുന്നവന് കിട്ടുന്ന പ്രതിഫലമല്ല, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി തൗബയുടെ നീയത്തുകൾ വെച്ചുകൊണ്ട് തൗബയുടെ ഷർത്തുകൾ കരുതിയിട്ടവിടുന്ന് ദുആ ചെയ്താൽ നിനക്ക് സ്വർഗം കിട്ടാൻ, നിനക്ക് സ്വർഗം കിട്ടാൻ. പടച്ചവനെ, നിന്റെ ഉപ്പയ്ക്കും നിന്റെ ഉമ്മയ്ക്കും സ്വർഗം കൊടുക്കാൻ അല്ലാഹുവോട് പറയുകയാ, ഇവളുടെ ഉപ്പയ്ക്കും നീ സ്വർഗം കൊടുക്കണം തമ്പുരാന്, ഇവളുടെ ഉമ്മയ്ക്കും നീ സ്വർഗം കൊടുക്കണം തമ്പുരാന്. എന്നിട്ട് ആ മലക്കുകൾ പറയുകയാണ്, വമന സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം. അല്ലാഹ്, കള്ള് കുടിച്ചത് പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയുന്ന ചെറുപ്പക്കാരാ, വ്യഭിചരിച്ചത് പറയുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ മറന്ന് നടന്നത് പറയുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, ഇവന് സ്വർഗം കൊടുക്കണം തമ്പുരാന്, ഇവന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗം കൊടുക്കണം തമ്പുരാന്, ഇവന് മഹർ കൊടുത്ത് വിവാഹം കഴിച്ച ഒരു ഭാര്യയുണ്ട് റബ്ബേ, ഇവന്റെ ദുഃഖത്തിലും ഇവന്റെ സന്തോഷത്തിലും കൂടെ നിൽക്കുന്നവളാ. അതുകൊണ്ട് വമന സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം, ഇവന്റെ ഭാര്യയ്ക്കും സ്വർഗം കൊടുക്കണം തമ്പുരാന്, ഇവളുടെ ഭർത്താവിനും സ്വർഗം കൊടുക്കണം തമ്പുരാന്. എന്നിട്ടും മലക്കുകൾ അല്ലാഹുവോട് പറയുകയാ, വമന സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. പടച്ചവനെ, ഇവന്റെ
മക്കളുണ്ടല്ലോ, ഇവന്റെ മക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞാൽ നീ രക്ഷപ്പെടുകയാണ്, നിന്റെ വാപ്പ രക്ഷപ്പെടുകയാണ്, നിന്റെ ഉമ്മ രക്ഷപ്പെടുകയാണ്, നിന്റെ ഭാര്യ രക്ഷപ്പെടുകയാണ്, നിന്റെ മക്കള് രക്ഷപ്പെടുകയാണ്. കുടുംബസമേതം അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടത്തിവിടാ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞാൽ നീ രക്ഷപ്പെടും, നിന്റെ മാതാപിതാക്കൾ രക്ഷപ്പെടും, നിന്റെ ഭാര്യ സന്താനങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾക്കെല്ലാവർക്കും സ്വർഗം കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പള്ളി കെട്ടിക്കൊടുക്കുന്നവൻ്റെ പ്രതിഫലമല്ല ഞാൻ പറഞ്ഞത്. നീ കള്ളു കുടിച്ചത്, നീ വ്യഭിചരിച്ചത്, നീ പലിശ തിന്നത്, നീ നിസ്കരിക്കാത്തത്, നീ തോന്നിവാസിയെ പോലെ നടന്നത്, ഇതൊക്കെ റബ്ബിൻ്റെ മുന്നിൽ അള്ളാഹുവേ പറ്റിപ്പോയി റഹ്മാനെ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം. ഇത്രയും വലിയ ഒരു പ്രതിഫലം അള്ളാഹു നമുക്ക് തരാമെന്ന് പറയുന്നു. എന്നാലും നമ്മൾ തൗബ ചെയ്യത്തില്ല. ഈ ഫാങ്ക് ഇറങ്ങുമോ? ഇപ്പോൾ ഫാങ്ക് ഇറങ്ങുവാണോ? ഇത്തിരി കാറ്റൊന്നും ഇല്ലെന്ന് തോന്നില്ലേ. ഇവിടെ ഈ അവസ്ഥയാണെങ്കിൽ പരലോകത്ത് എന്ത് അവസ്ഥയാണ്? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ചൂടുണ്ടോ? ഇല്ലേ? ഇതെന്ത് ചൂട് കാക്ക? കാറ്റിതൊന്നും വേണ്ടപ്പാ. ഈ കാറ്റിലൊന്നും യാതൊരു കാര്യമില്ല. കാറ്റ് വരാൻ പോകുന്നത് അവിടെയാണ്. അവിടെയെന്ന് പറഞ്ഞാൽ ഒരു ചാണ് മുകളിൽ ഇങ്ങനെ സൂര്യൻ നിൽക്കുന്ന അവിടെ പിന്നെ പടച്ചോനിങ്ങനെ തലച്ചോറ് തിളച്ചുരുകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരാണെങ്കിൽ ഉടുപ്പിൻ്റെ ബട്ടൺസൊക്കെ ഊരാം, വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കാം. അവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഉടുപ്പ് തന്നെ ഇല്ല. അവിടെയാണെങ്കിൽ ഉടുപ്പോ വസ്ത്രം ഒന്നുമില്ല, ചെമ്പിൻ്റെ തറയിൽ ഇങ്ങനെ നിൽക്കും. ആ വെച്ചിരിക്കണ കാലൊന്ന് അനക്കണമെങ്കിൽ അള്ള തന്നെ തീരുമാനിക്കണതാ. നരകമൊന്നും അല്ലടോ ശിക്ഷ. നരകത്തെക്കുറിച്ചല്ലേ നമുക്ക് പേടി. നിങ്ങൾ ഹദീസ് എടുത്ത് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, നാളെ പരലോകത്ത് നിൽക്കുമ്പോൾ നരകവാസികൾ പറയുമെന്ന, അള്ളാഹുവെ നരകമെങ്കിൽ നരകം, ഇവിടെ വേണ്ടെന്നാ പറഞ്ഞേ. ഇവിടെ നിൽക്കാൻ വയ്യെന്നാ പറയണേ, പരലോകത്ത് നിൽക്കാൻ വയ്യെന്ന്. അല്ലെ, ഈ തിളച്ച എണ്ണയിൽ നിന്ന് എരുതിയിലേക്ക് ചാടുന്ന പോലെ അവരപ്പോഴും പറയുന്നത്, പടച്ചോനെ ഇവിടെ നിൽക്കാൻ വയ്യ, നരകമെങ്കിൽ നരകം, എങ്ങോട്ടാണെങ്കിൽ ഇവിടെ നിന്ന് വിട്ടാൽ മതി എന്ന് ജനങ്ങൾ പറയുമെന്ന് നബിയിന റസൂലുള്ളാഹി. അത്രയും ഭയാനകമായ ദിവസമാ പരലോകം. അള്ളാഹു നമ്മുടെ പരലോകം നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചെയ്ത ഒരു പാപം അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റു പറയാൻ നമുക്ക് മടിയ, വൈരാഗ്യം. അള്ളാഹിനോട് പറയാൻ പോലെ എനിക്ക് നിങ്ങൾക്കും വല്ലാത്ത മടി. എടാ, തെറ്റ് ചെയ്യാത്ത ആരും ഈ ലോകത്തില്ല. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആദമിൻ്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. ഈ താടിയും തഴപ്പൊക്കെ എല്ലാം തെറ്റ് ചെയ്യുന്നവരായി. ചെയ്യാത്ത ആരുമില്ല. മലക്കുകളൊന്നും അല്ലല്ലോ നമ്മൾ, മഅസൂമിങ്ങൾ അല്ലെങ്കിൽ പ്രവാചകന്മാരല്ലല്ലോ നമ്മളെല്ലാവരും ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്നവരാ. ഈ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരാ? അതിലും നല്ലവനുണ്ട്. പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവൻ അവൻ ചെയ്തു പോയ തെറ്റ് അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റുപറയുന്നവനാണെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ മുന്നിൽ പറയണം, ചെയ്തെങ്കിൽ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരെ, ഞാനൊരു തെറ്റ് ചെയ്തു, അള്ളാഹിനോട് പശ്ചാത്തപിച്ചു മടങ്ങി. പിറ്റേ ദിവസം ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം? ഉദാഹരണം പറഞ്ഞാൽ, കള്ള് കുടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുടെ മുന്നിൽ വന്നിട്ട്, കള്ളല്ല ഇപ്പം കഞ്ചാവല്ലേ, കള്ളൊക്കെ പോയില്ലേ, അതൊന്നും കിട്ടാൻ തന്നെ ഇല്ല ഇപ്പം എല്ലാം കഞ്ചാവും അല്ല, ഇപ്പോൾ വേറെ എന്തൊക്കെയോ സാധനങ്ങളാണ് ഇപ്പം. അത് പിള്ളേർക്കേ അറിയത്തുള്ളൂ. എടാ, കഞ്ചാവ് അടിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുന്നിൽ പറഞ്ഞു, പടച്ചോനെ കഞ്ചാവ് വലിച്ചു റബ്ബേ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, തൗബ ചെയ്തു. പിറ്റേ ദിവസം വീട്ടിലിരുത്തം വന്നിട്ട് പറയാം, അളിയ വാളിയ പൈസ ഒന്നും തരണ്ട, എന്നാടാ വലിയടാ, കൊണ്ട് ഫ്രീ ആയിട്ട് കൊടുത്തു, വലിച്ചു. എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. വീണ്ടും പോയി അള്ളാഹിനോട് പറയണം, ഫ്രീ ആയിട്ട് കിട്ടി പടച്ചവനെ, വലിച്ചു റഹ്മാനെ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. പിറ്റേ ദിവസം നിൽക്കുമ്പോൾ അടുത്തൊരുത്തം കൊണ്ടുവരുന്നു, വാളിയ എന്നാ പൈസ ഒന്നും വേണ്ട, അടിച്ചോടാ, ഫ്രീ ആടാ, വാടാ, ഇന്നടിയടാ, ഇത് അടിച്ച് ഇത് വലിച്ചു നോക്കടാ, പുതിയ ഐറ്റം വാടാ, വലിയടാ, അതും വലിച്ചു.
എന്ത് ചെയ്യണം? വൈകിട്ട് അള്ളാഹ് അടുത്ത് പോയി പറയണം, പടച്ചവനെ തെറ്റ് ചെയ്ത് റബ്ബേ നീ പുറത്തു തരണേ അള്ളാഹ്. പിന്നെന്ത് ചെയ്യണം? പിറ്റേ ദിവസം വീണ്ടും വലിച്ചു, പിന്നെയും പോയി തൗബ ചെയ്യണം. പിന്നെയും വലിച്ചു, എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചെറുപ്പക്കാരൻ ചോദിച്ചു, നബിയെ ഏതുവരെ തൗബ ചെയ്യണം? ഏതുവരെ തൗബ ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇബിലീസിന് മനസ്സിലാവണം ഇവനെ കൊണ്ട് കഞ്ചാവ് വലിപ്പിച്ചിട്ട് കാര്യമില്ലെന്ന്. ഇബിലീസിന് തന്നെ മനസ്സിലാകണം ഇനി ഇവനെ കൊണ്ട് കഞ്ചാവ് വലിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, ഇവൻ വലിക്കും തൗബ ചെയ്യും, വലിക്കും തൗബ ചെയ്യും. അപ്പൊ അതിനെ ഇബിലീസ് തോറ്റുപോകുന്നത് വരെ നീ തൗബ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇബിലീസിന് തന്നെ തോന്നണം ഇവനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല, കാരണം ഇവൻ അങ്ങനെ. എൻ്റെ മനസ്സ് തൗബയെ ഇബിലീസിന് വല്ലാത്ത പേടിയാ സഹോദര. തൗബ ചെയ്യുന്നത് ഇബിലീസിന് വല്ലാത്ത പേടിയാ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ഒരിക്കൽ പള്ളിക്കകത്ത് പോയപ്പോൾ പള്ളിക്കകത്ത് കടന്നുറങ്ങുന്ന ഒരാളുടെ അടുത്ത് ഇബിലീസ് പോയിട്ട് വിളിക്കുന്നു, അനിയ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കടാ. തഹജ്ജുദ് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനെ പോയിട്ട് ഇബിലീസ് വിളിച്ചു വിടുന്നു എഴുന്നേറ്റ് നിസ്കരിക്കാൻ. സാധാരണ ഇബിലീസ് എന്താ ചെയ്യാറ്? ഉറക്കാറല്ലേ പരിപാടി. സാധാരണ നിസ്കരിക്കാൻ വിടത്തില്ല ഇബിലീസ്, ഇവനെ വിളിച്ചു വിടുന്നു എഴുന്നേറ്റ് നിസ്കരിക്കാൻ. അപ്പൊ അത്ഭുതം. എന്റെ ചങ്ങാതി അവിടെ നിന്ന് ചോദിച്ചു, ഇബിലീസിനോട് ചോദിച്ചു, എന്താ സംഭവം? ഇന്നലെ ഞാൻ ഇവനെ ഉറക്കി, ഇന്നലെ ഇവനെ തഹജ്ജുദ് നിസ്കരിപ്പിക്കാതെ ഞാൻ ഇവനെ ഉറക്കി. ആ ഉറക്കിയതിൻ്റെ പേരിൽ രാവിലെ മുതൽ രാത്രി വരെ നിസ്കാരവും തൗബ ചെയ്യലും മാത്രമാണ്, കരച്ചലും വിളിയും മാത്രം. അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്നലെ ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് അല്ലാഹുവിൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തു. അതിനേക്കാളും നല്ലത് ഇവൻ നിസ്കരിക്കല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു വിട്ടു എന്ന് ചരിത്രം പറയുമ്പോൾ, തൗബ ചെയ്യുന്നത് ഇബിലീസിന് വല്ലാത്ത പേടിയാ സഹോദര. നമ്മളെ കൊണ്ട് അവൻ ചെയ്യിപ്പിക്കുകയില്ല, തൗബ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെങ്ങനെ തൗബ ചെയ്യാതെ പാപങ്ങളും ചുമന്നുകൊണ്ട് നടക്കുകയാ? എന്തിനാ മനസ്സാ പാപങ്ങളും ചുമന്നുകൊണ്ട് നടക്കുന്നത്? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയട്. എങ്ങനെയാണ് പറയേണ്ടതെന്നറിയോ? വെറുതെ കിടന്ന് വിളിച്ചു കൂവിയിട്ട് കാര്യമില്ല, ഒരുപാട് ഷോ കാണിച്ചിട്ട് കാര്യമില്ല. മണിക്കൂറുകൾ ദുആ ചെയ്യണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? അതിന് ദുആ അറിയില്ലെന്ന് പറയുന്നവരുണ്ട്. മനുഷ്യ, നിനക്കൊരു അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ അറിയുമല്ലോ, ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ അറിയുമല്ലോ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് ജനങ്ങൾ കടന്നു വരികയാ. മൂസാ നബിയുടെ മുന്നിലേക്ക് ജനങ്ങൾ കടന്നു വന്നു. മൂസ നബിയേ, വെള്ളമില്ല നബിയേ, വല്ലാത്ത വരൾച്ചയാണ് നബിയേ, വല്ലാത്ത വെള്ളക്ഷാമമാണ് നബിയേ, മനുഷ്യനും മൃഗങ്ങൾക്ക് പോലും കുടിക്കാൻ വെള്ളമില്ല നബിയേ. അതുകൊണ്ട് അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യട്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ജനങ്ങൾ വന്ന് പറഞ്ഞു കൊടുക്കുകയാ. മൂസാ നബി അവിടെ നിന്ന് പറഞ്ഞു, എല്ലാവരും ഒരു ദിവസം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ, എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ. അങ്ങനെ പറഞ്ഞ ദിവസം ജനങ്ങൾ മുഴുവനും മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണ്. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അതാ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹ്, വെള്ളമില്ലാതെ വല്ലാതെ പ്രയാസത്തിലാണല്ലോ, നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ, സഹായിക്കണേ അല്ലാ. മൂസാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. അപ്പോഴാണ് ആകാശത്ത് നിന്ന് അവിടെ നിന്ന് വഹി കടന്ന് വരുന്ന മൂസ നബിയേ, അല്ലാഹു ദുആ സ്വീകരിക്കില്ല നബിയേ, അല്ലാഹു മഴ തരില്ല നബിയേ. കാരണമെന്തേ ജിബ്രീല്, കാരണമെന്തേ ജിബ്രീല്? അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാ, അങ്ങയുടെ മുന്നിലിരിക്കും
മുന്നിലിരിക്കുന്ന ജനങ്ങളുണ്ടല്ലോ, അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുണ്ടല്ലോ, ആ ജനങ്ങളുടെ നടുവില് 40 വർഷക്കാലമായിട്ട് അല്ലാഹുവിനെ മറന്ന് നടക്കുന്ന ധിക്കാരിയായ ഒരു മനുഷ്യനുണ്ട്. അവൻ 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ മറന്ന് നടക്കുന്നവനാ, അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവനാ. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യൂല, അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യൂല. പടച്ചവനെ, മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ചിന്തിക്കുന്നു, അല്ലാ ആരാ അല്ലാ, ആരാ അല്ലാ. 70,000-ഓളം വരുന്ന ജനങ്ങൾ ഇങ്ങനെ മുന്നിലിരിക്കുകയാ. ചരിത്രം പറയുകയാണ്, 70,000-ഓളം വരുന്ന ജനസാഗരം ഇങ്ങനെ മുന്നിലിരിക്കുകയാണ്. മൂസാ നബി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ മറന്ന് നടക്കുന്ന ഒരു ധിക്കാരിയായ മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യൂല, അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യൂല. ആരായാലും എഴുന്നേറ്റ് പോകണേ. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ ജനങ്ങൾ പരസ്പരം നോക്കുന്നു, ആരാ അല്ലാ. അല്ലാഹുവിനെ മറന്ന് നടക്കുന്ന ഈ മോശക്കാരനായ മനുഷ്യരാരാ, ആരാണ് എഴുന്നേക്കുന്നതെന്ന് ജനങ്ങൾ മുഴുവനും പരസ്പരം ഇങ്ങനെ നോക്കുമ്പോ 40 കൊല്ലമായി പടച്ച റബ്ബിനെ മറന്ന് നടക്കുന്ന മനുഷ്യനാ മജ്‌ലിസിൽ ഇരിപ്പുണ്ട്. അവന് ചിന്തിക്കുന്നു, അല്ലാഹുവേ, ഇത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, ഇത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ നാണം കെടുമല്ലോ അല്ലാ. എല്ലാവരും എന്നെ അറിയുമല്ലോ അല്ലാ. എഴുന്നേറ്റ് പോകാതെ ഇരുന്നാൽ മഴ റബ്ബ് തരില്ലല്ലോ അല്ലാ. എന്നെ കുറിച്ചാണല്ലോ അല്ലാഹുവേ മൂസാ നബി പറയുന്നത്. ഞാൻ അത്രയും വലിയ പാപിയാണോ, ഞാൻ അത്രയും വലിയ മോശക്കാരനാണോ? ആ മനുഷ്യൻ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്. ആ 70,000-ഓളം വരുന്ന ജനങ്ങളുടെ നടുവില് ആ മനുഷ്യൻ തന്റെ മുഖമങ്ങ് താഴ്ത്തി വെക്കുകയാണ്. തന്റെ കാൽമുട്ടിന്റെ മുകളിലേക്ക് ആ മുഖമങ്ങ് താഴ്ത്തി വെച്ചിട്ട് ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുന്നു, അല്ലാ, ചെയ്തു പോയത് മുഴുവനും പാപമാണല്ലാ, നന്ദികേടാണല്ലാ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അല്ലാ. അല്ലാഹുവേ, ചെയ്തത് മുഴുവനും തെറ്റാണ് റബ്ബേ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. ആ മനുഷ്യൻ തന്റെ അടുത്തിരിക്കുന്നവരെ പോലും കേൾക്കാത്ത രീതിയിൽ ഒറ്റയ്ക്ക് തലതാഴ്ത്തി പിടിച്ചിട്ട് അല്ലാഹുവോട് പറയുകയാ, 40 കൊല്ലം ചെയ്തത് മുഴുവനും പാപമാണ് റബ്ബേ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. ഇനി നിന്നെ അനുസരിച്ച് ജീവിക്കും പടച്ചവര്, ഈ നിമിഷം വരെയുള്ളത് മുഴുവനും നീ എനിക്ക് പുറത്തു തരണം തമ്പുരാനെ. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, നാഥാ, എന്റെ തൗബ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ. ആ മനുഷ്യൻ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. അല്പസമയം കഴിയുമ്പോ ആകാശത്ത് മഴയുടെ കാർമേഘം കടന്നു വരികയാ, മഴയുടെ അടയാളം കാണുകയാണ്. ജനങ്ങൾ മുഴുവനും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. മഴ വരുന്നല്ലോ പടച്ചവനെ, മഴ വരുന്നല്ലോ പടച്ചവരെ. എല്ലാവരും സന്തോഷത്തോടെ 4 ഭാഗത്തേക്ക് ഓടുമ്പോ മൂസാ നബി ചിന്തിക്കുന്നു, റബ്ബേ, ആരും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ലല്ലോ, പിന്നെ എങ്ങനെയാ പടച്ചവനെ മഴ പെയ്യുന്നത്? അപ്പോഴാണ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്ന, മൂസാ നബിയേ, ആ 40 വർഷക്കാലം അല്ലാഹുവിനെ മറന്നു നടന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹുവിനോട് ഈ സദസ്സിലിരുന്ന് തൗബ ചെയ്തപ്പോ ആ സന്തോഷത്തിൽ അല്ലാഹു മഴ കൊടുത്തതാണ് നബിയേ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്യുന്നത് അല്ലാഹുവിന് അത്രയും ഇഷ്ടമുള്ള കാര്യമാ. തൗബ ചെയ്യുന്നത് പടച്ച റബ്ബിന് വല്ലാത്ത ഇഷ്ടമുള്ള കാര്യമാ, ഇബ്ലീസിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അതുകൊണ്ട് ജീവിതത്തിൽ പാപം ചെയ്യാത്ത ഒരാളുമില്ലല്ലോ. തഴമ്പുള്ള താടിയുള്ള ഫർദയും ഹിജാബും ധരിച്ച് നടക്കുന്ന പെങ്ങളെ, നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിനക്കും അല്ലാഹുവിനുമല്ലേ അറിയോ? ഈ കാണുന്നതൊന്നുമല്ലല്ലോ, ഈ ഇട്ടിരിക്കുന്നതൊന്നുമല്ലല്ലോ, ഈ പ്രസംഗിക്കുന്നതൊന്നുമല്ലല്ലോ. എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് എനിക്കും അല്ലാഹുവിനുമല്ലേ അറിയോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പാപം ചുമക്കല്ലേ, പാപം ചുമന്നുകൊണ്ട് നടക്കല്ലേ. ചെയ്തു പോയ പാപമല്ല, കിടന്നുറങ്ങുന്നതിന് മുമ്പ് പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തിട്ട് വേണം കിടക്കാൻ. ഒരസ്തഗ്ഫിറുള്ള എങ്കിലും പറയടേ, ഒരസ്തഗ്ഫിറുള്ള എങ്കിലും പറയടേ, അല്ലാതെ നിങ്ങൾ കിടക്കല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്താ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന് ഈ മജ്‌ലിസിലിരുന്ന് കൊണ്ട് അവസാനം അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയുകയാ, അല്ലാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്യുകയാണ്. ജീവിതത്തിൽ ചെയ്തത് ഓരോന്നും ഓരോന്നും എണ്ണി പറയുകയാ. പാപങ്ങൾ ഓരോ നെണ്ണി നീ കരയേണ്ടതാ, വിജനസ്ഥലം മതി നേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി, നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ട് റബ്ബിന് അലിവ് തോന്നണോ? പടിവാതിലൊഴിയാതെവിടെയും നീ കരയണേ. ഓരോന്നും അല്ലാഹുവിന്റെ മുന്നിൽ എണ്ണി പറയടേ. ഏതു പാപമാണെങ്കിലും പടച്ചവനോട് പറയണം, ചെയ്തു പോയി തമ്പുരാന്, പുറത്തു തരണം തമ്പുരാന്, അംഗീകരിക്കുന്ന തമ്പുരാന്. ഓരോന്നും അല്ലാഹുവിന്റെ മുന്നിൽ എണ്ണി പറയണം. വെറുതെ പറഞ്ഞാ പോരാ, വെറുതെ പറഞ്ഞാ പോരാ. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ, പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവിനോട് പറയണം, ഈ പ്രപഞ്ചത്തിൽ നിന്നെക്കാളും ആരുമില്ല. ഈ ലോകത്ത് പാപം പൊറുക്കുന്നവനെ പോലെ നിന്നെക്കാളും ഒരാളും ഈ ലോകത്തില്ല തമ്പുരാന്. അല്ലാഹുവേ, പറ്റിപ്പോയതാ അല്ലാ, നഫ്സ് ചതിച്ചതാ അല്ലാ, ദുനിയാവ് പഴപ്പിച്ചതാ അല്ലാ, ഇബ്ലീസ് വഞ്ചിച്ചതാ അല്ലാ. അല്ലാതെ ധിക്കാരത്തോടുകൂടി ചെയ്തതല്ല. എന്ത് ചെയ്താലും അല്ലാ നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയാമല്ലാ, എന്നിട്ടും ഞാൻ ചെയ്തത് നീ കണ്ടാൽ എനിക്കൊരു ചുക്കുമില്ലെന്ന് പറഞ്ഞിട്ടല്ല. അല്ലാ നീ കാണുന്നെന്ന് എനിക്കറിയാ, എന്നിട്ട് ഞാൻ കള്ളു കുടിച്ചു, എന്നിട്ട് ഞാൻ വ്യഭിചരിച്ചു, എന്നിട്ട് ഞാൻ പലിശ കച്ചവടം നടത്തി, എന്നിട്ട് നിസ്കരിക്കാതെ നടന്നു. അല്ലാ ഇതൊക്കെ ധിക്കാരം കൊണ്ട് ചെയ്തതല്ല റബ്ബേ, പറ്റിപ്പോയതാ അല്ലാ. റബ്ബിനോട് ഏറ്റുപറഞ്ഞിട്ട് ഇവിടന്ന് പിരിയുകയാ. ഇന്നിവിടന്ന് ദുആ കഴിഞ്ഞ് പിരിയുകയാണ്. പടച്ചവനെ, നാളെ രാവിലെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
നീ മരിച്ചുപോയെന്ന് പറയുന്ന വാർത്തയാണ് നാളെ രാവിലെ എല്ലാവരും കേൾക്കുന്നത്. റബ്ബേ, ഇവിടെന്ന് തൗബ ചെയ്തിട്ട് പോകുന്നവന്റെ പ്രതിഫലം പറയാ. ഇന്നിവിടെന്ന് തെറ്റ് ചെയ്തു പോയത് അല്ലാഹുവിന്റെ മുന്നിലേറ്റ് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന നിന്റെ പ്രതിഫലമാ പറയുന്നത്. നാളെ രാവിലെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കുടുംബക്കാർ മുഴുവനും വീട്ടിലേക്ക് കടന്നു വന്നു. ടാർപ്പ വലിച്ചു കെട്ടി കസേരയെടുത്തിട്ടു. അവസാനം ചൂടുവെള്ളം തയ്യാറായി. വീടിന്റെ പരിസരത്ത് കൊണ്ടുപോയി നിന്നെ മലർത്തിക്കിടത്തിയിട്ട് അവിടെന്ന് കുളിപ്പിക്കുകയാ. അവസാനം നിന്റെ മയ്യത്ത് കുളിപ്പിച്ചു, ഒലുവെടുപ്പിച്ചു, ശരീരം നല്ലതുപോലെ തുടച്ചു. എന്നിട്ട് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു. അതാ വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം വെള്ളത്തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് നിന്നെ മലർത്തിക്കിടത്തുകയാ. കുഞ്ഞുങ്ങളെ എടുത്തു കൊണ്ടുവരുന്നത് പോലെ സമാധാനത്തോടെ എടുത്തു കൊണ്ടുവന്ന് ആ കഫൻ തുണിയുടെ മുകളിൽ കിടത്തി. ജനങ്ങൾ 2 ഭാഗത്തും ഇരിക്കുകയാണ്. പള്ളിയിൽ നിന്ന് ഉസ്താദ് വന്നു, മുഅദ്ദിൻ വന്നു. കൊണ്ടുപോകാനുള്ള വാഹനം കറകത്തൂർ പല ഈ നാട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നു. മയ്യത്ത് കട്ടിൽ വീടിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്താണ് നിന്റെ കുടുംബക്കാര് കുറച്ചു പഞ്ഞിയെടുക്കുകയാ. കുറച്ചു പഞ്ഞിയെടുത്ത് സുഗന്ധം തേച്ചു. മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പഞ്ഞിയെടുത്ത് മൂക്കിന്റെ ദ്വാരത്തിൽ വെക്കുകയാണ്. വെള്ളത്തുണി പൊതിയുകയാണ്. വെള്ളത്തുണി പൊതിയുകയാണ്. അവസാനം നിന്റെ കുടുംബക്കാര് പറയുകയാ, കാണണ്ടവരൊക്കെ കണ്ടോ പൊതിയാ പോകുകയാണ്. കാണണ്ടവരൊക്കെ കണ്ടോ പൊതിയാ പോകുകയാണ്. എല്ലാവരും നിന്നെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി തിരക്കുകൂട്ടി നിന്റെ അടുത്ത് വരുമ്പോ നിന്റെ കുടുംബക്കാര് തന്നെ പറയുന്നു, കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാറ്. അവിടെ നിന്ന് പൊതിയുകയാ. ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ തേങ്ങല് കേൾക്കുന്ന സമയം അപ്പോഴാ. ഭാര്യ കിടന്ന് നിലവിളിക്കുന്നു, എന്റെ ഈ കാല കൊണ്ടുപോകല്ലേ, എന്റെ ഈ കാല കൊണ്ടുപോകല്ലേ. അതാ മക്കള് കിടന്ന് വിളിക്കുകയാണ്, എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ. ഭാര്യ കരയുകയാണ്, മക്കള് കരയുകയാണ്, എല്ലാവരും കരയുകയാണ്. അതാ വീടിന്റെ ജനലിന്റെ ഭാഗത്ത് നിന്റെ ഉമ്മ ഇങ്ങനെ തളർന്നിരിക്കുകയാ. സമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നേ. ഉമ്മയും കരയുകയാണ്. ആരുടെയും കരച്ചലിനന്ന് വിലയില്ലല്ലോ, ഒരാളും പരിഗണിക്കില്ലല്ലോ. അവസാനം പടച്ചവനെ കരകപ്പുത്തൂര് പള്ളിയിലേക്ക് നിന്റെ ജനാസ കൊണ്ടുവന്നു. അതാ പള്ളിക്കകത്ത് വെച്ചു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. അല്ലാ, പള്ളിപ്പറമ്പിലേക്ക് ഇറങ്ങുകയാ. നിന്റെ ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുകയാണ്. അല്ലാഹുവേ, ഖബറാളികൾക്ക് പെരുന്നാളിന്റെ സന്തോഷമാ. കരകപ്പുത്തൂര് പള്ളിയുടെ ഖബർസാനിൽ നീ പോകുമ്പോ പെരുന്നാളിന്റെ ആഘോഷമാണ്. അവർക്ക് വലിയ സന്തോഷമാണ്, അവർക്ക് വലിയ സന്തോഷമാണ്. എന്തുകൊണ്ടെന്നറിയുമോ, എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, തൗബ ചെയ്തിട്ട് മരിച്ച ഒരു മനുഷ്യന്റെ മയ്യത്ത് ഖബറിനകത്ത് ഇറക്കി വെച്ചാൽ അവന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്നവരുണ്ടല്ലോ,